ആനന്ദത്തിന്റെയും ആർഭാടത്തിന്റെയും ആനന്ദലഹരിയിൽ ആറാടിക്കൊണ്ടിരിക്കുന്ന നവകാല സമൂഹത്തിന് മുന്നിൽ ഇസ്രായേൽ എന്ന സയനിസ്റ്റുകൾ കിരാതമായ കാടുത്തം അഴിച്ചുവിട്ട് ഫലസ്തീൻ മക്കളെ ഇല്ലായ്മ ചെയ്യപ്പെടുകയാണ്. പീരങ്കിത്തോപ്പുകളും സ്കഡ് മിസൈലും പാട്രിയറ്റും ആകാശ ഗോപുരങ്ങളിൽ നിന്ന് അഴിച്ചുവിട്ടുകൊണ്ട് ഫലസ്തീൻ ജനതയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ തഖ്വ കൊണ്ടും കൃത്യമായ ഈമാനിന്റെ പവർ കൊണ്ടും അചഞ്ചലമായ വിശ്വാസത്തിന്റെ നൈതികത കൊണ്ടും അതിനപ്പുറത്ത് ദാർശനികതയുടെ തത്വങ്ങൾ കൊണ്ടും പാരമ്പര്യത്തിന്റെ പൈതൃക സംസ്കാരത്തിന്റെ കരുത്തുകൊണ്ടും എതിരിടാൻ വരുന്ന എതിരാളികൾ ആരെന്ന് പോലും നോക്കാതെ ഭയന്ന് വിറച്ച് മാടക്കുള്ളിൽ ഒളിച്ചു നിൽക്കാതെ ഇസ്സത്തിന് വേണ്ടി പോരാടുന്നവരാണ് ധീര ഫലസ്തീൻ മക്കൾ, പിഞ്ചോമന മക്കൾ. ആസ്പത്രിക്ക് പോലും ബോംബിടുന്ന കിരാതമായൊരു അവസ്ഥ എവിടെയും കാണാത്ത വിധത്തിൽ, ലോകത്ത് ഇതുവരെ നടന്നു പോയ ഏത് യുദ്ധങ്ങളിലും കാണാത്ത വിധത്തിലുള്ള കിരാതമായ നടപടി അതെതിരിട്ടുകൊണ്ടിരിക്കുന്നു ഫലസ്തീൻ. നമുക്ക് വേണ്ടി അവർക്ക് പ്രാർത്ഥന നൽകാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഈ ബഹുസ്വര സദസ്സ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാ നിർഭരമായ മുഹൂർത്തങ്ങൾ, ഐക്യദാർഢ്യത്തിന്റെ മനോവികാരങ്ങൾ, കാസർഗോഡിന്റെ ഹൃദയത്തൂലികയിൽ എഴുതിവെച്ച മനോവികാരങ്ങൾ, മാലിക് ദിനാറിന്റെ തിരുമുറ്റത്ത് മനോഹരമായി ഒരുക്കിയിട്ടുള്ള ഐക്യദാർഢ്യ സദസ്സ്, അത് ഭംഗിയാക്കേണ്ടത് ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അപ്പിറകിൽ നിൽക്കുന്നവർക്കൊക്കെ കടന്നു വരാം. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ സീറ്റുകൾ ഇവിടെയുണ്ട്. അത് കവിഞ്ഞും പരിമിതിക്കുള്ളിലാണെങ്കിൽ ഈ ഗ്രൗണ്ടിലേക്ക് കടന്നു വരണമെന്ന് കൂടി അറിയിക്കുന്നു. ഇതിന്റെ ഔദ്യോഗിക കാര്യപരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്.